പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഓരോ കുട്ടികളുടെയും വളരെയധികം സംശയമാണ് ഏത് കരിയർ ചൂസ് ചെയ്യണമെന്നുള്ളത്. കാരണം ഈ ഒരു ടേണിംഗ് പോയിന്റിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏറ്റവും മികച്ച കരിയറിലേക്ക് ചൂസ് ചെയ്താൽ മാത്രമാണ് ജീവിതം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. നമുക്കറിയാം, പ്ലസ് ടുവിൽ തന്നെ സയൻസ് പഠിച്ച കുട്ടികൾക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയുള്ള കുട്ടികൾക്കും വേറെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് മാത്രമായിരിക്കണം നമ്മളൊരു കരിയർ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ആ കോഴ്സിന് എത്രത്തോളം ജോലി സാധ്യതയും മുന്നോട്ടുള്ള പഠന സാധ്യതകളും എല്ലാം ഉണ്ടെന്നുള്ളതാണ്. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത ഒരു കോഴ്സിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോഴ്സ് ഡിഗ്രി ആയിട്ട് നമ്മുടെ കരസ്ഥമാക്കി വെക്കാം എന്നുള്ളതല്ലാതെ മുന്നോട്ട് നമ്മുടെ ജീവിതം കുറച്ചും കൂടി ദുരിതപൂർണ്ണമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള കരിയർ ഗൈഡൻസ് ആവശ്യമായിട്ട് വരിക. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഏതാനും ചില അധ്യാപകരും എക്സ്പേർട്സും ഫീൽഡിലുള്ള എക്സ്പേർട്സുകളും ചേർന്നുകൊണ്ട് നമ്മളൊരു പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. പാസ് അഡ്മിഷൻ സെൽ അഥവാ പ്രൊഫഷണൽ അഡ്വൈസർ സ്റ്റുഡൻറ് സപ്പോർട്ട് സെൽ എന്നുള്ള ഒരു ലേബലിലാണ് നമ്മൾ ഈ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച കരിയർ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഫീൽഡിലുമുള്ള എക്സ്പേർട്ടുകളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടിരിക്കുന്നത്. പലപ്പോഴും കാണുന്ന ഒരു കാര്യം, ഒരു പ്രൊഫഷനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ആൾക്കാരാണ് കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുന്നത്. അങ്ങനെ പല തെറ്റിദ്ധരിപ്പിക്കലുകൾ കൂടെ കുട്ടികൾ പോയി കഴിയുമ്പോൾ കുട്ടികൾക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കോളേജ് തിരഞ്ഞെടുക്കുവാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉയർന്ന നിലയിലേക്ക് പോകുവാനോ സാധിക്കാറില്ല. ഉദാഹരണമായിട്ട് ഞാൻ നഴ്സിംഗ് ഫീൽഡിലായിട്ട് ഏകദേശം 25 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. 17 വർഷമായിട്ട് കേരളത്തിൽ തന്നെ നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ വ്യക്തമായിട്ട് കോളേജുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടും അതുപോലെ തന്നെ ഓരോ അപ്ഡേറ്റുകളും കറക്റ്റായിട്ട് തന്നെ കുട്ടികളിൽ എത്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും കാണുന്ന ഒരു കാര്യം, പല ഏജൻസിക്കാരും കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നീറ്റ്, കീം പോലെയുള്ള എക്സാംസ് എഴുതണം, കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ, കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ നല്ല മാർക്കുള്ള 95% മുകളിൽ മാർക്കുള്ള കുട്ടികളെ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് കേരളത്തിന് പുറത്തേക്കുള്ള ഉടായ്പ കോളേജുകളിൽ പോലും കുട്ടികളെ അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ കേപ്പബിലിറ്റിക്ക് അടിസ്ഥാനത്തിൽ, അതുപോലെ നിങ്ങൾക്ക് ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച കോളേജുകളിൽ, അതായത് എല്ലാ അഫിലിയേഷൻസും കൂടിയുള്ള മികച്ച കോളേജുകളിൽ നമ്മൾ അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് എന്നെപ്പോലെ ഓരോ ഫീൽഡിലുമുള്ള, ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും നിരവധി കുട്ടികൾ നഴ്സിംഗ് ചൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ചൂസ് ചെയ്യാറുണ്ട്. ഒരു വിഭാഗം കുട്ടികൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റഡീസ് ചൂസ് ചെയ്യാറുണ്ട്. കൂടാതെ ഡിഗ്രി കോഴ്സുകളാണ് BBA, BCom, BCA നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് എടുക്കാറുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഫാഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ഫോറൻസിക് നഴ്സിംഗ്, നിരവധിയായിട്ടുള്ള ഓപ്ഷൻസും നമ്മുടെ മുന്നിലുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഓരോ സ്ട്രീമിലുള്ള ഏറ്റവും മികച്ച അധ്യാപകർ, അതുപോലെ തന്നെ ഏറ്റവും മികച്ച എക്സ്പേർട്ടുകൾ, ആ ഒരു ഫീൽഡിൽ തന്നെയുള്ള എക്സ്പേർട്ടുകളെയാണ് നമ്മൾ ഈ ഒരു പാസ് അഡ്മിഷൻ സെല്ലിലെ അഡ്വൈസേഴ്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു കരിയർ, ഏറ്റവും മികച്ച ഒരു കോളേജിൽ, അതും തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഫീസ് അളവോടുകൂടി തന്നെ മിക്കവാറും കോളേജുകളിൽ അഡ്മിഷൻസ് കിട്ടുവാനായിട്ടും ഞങ്ങൾ സഹായിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഒരാളാണോ നിങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന നിരവധിയായിട്ടുള്ള വീഡിയോകളും അപ്ഡേറ്റുകളും എല്ലാം തന്നെ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കഴിവതും ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വേണ്ട എല്ലാ ഗൈഡൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.